അപ്പോഴേ എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം പോയപ്പോൾ മേടിച്ച ഫ്രോസൺ സ്ട്രോബെറി വെച്ചിട്ട് നമുക്ക് ജാം ഉണ്ടാക്കിയാലോ? ജാം ഉണ്ടാക്കണം എന്നതിന് പിറകിലുള്ള ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ മിക്സി ഇല്ല കേട്ടോ. അപ്പോൾ ഞാനത് ഷേക്കൊക്കെ ഉണ്ടാക്കി കുടിക്കാലോ. അതെങ്ങനെ എൻ്റെ ചിന്തയിൽ വന്നു എന്ന് പോലും എനിക്കറിയത്തില്ല. മിക്സി ഇല്ല എന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. ഇത് മൊത്തത്തിൽ നമുക്ക് കഴിക്കാനും പറ്റാത്തത് കൊണ്ട് ജാം ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചത്. കാണാൻ നല്ല ഭംഗിയില്ലേ? ഫ്രോസൺ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റിലും വലിയ വ്യത്യാസമൊന്നും ഇല്ല കേട്ടോ. നല്ലത് തന്നെയാണ്. പിന്നെ ഞാൻ ആദ്യം ഉണ്ടല്ലോ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കി. കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചുടച്ചെടുത്തു. പിന്നെ വെറും സിമ്പിളാണ് എല്ലാ കാര്യങ്ങളും. സ്ട്രോബെറി എല്ലാം പാനിലേക്ക് മാറ്റിയിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് കുറുക്കി അതിൻ്റെ വെള്ളം ഒട്ടുമില്ലാത്ത രീതിക്ക് വീണ്ടും കുറുക്കിയെടുക്കണേ. ആവശ്യത്തിന് വേണമെങ്കിൽ പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ പഞ്ചസാര യൂസ് ചെയ്യുന്നില്ല, പകരം തേനാണ് ചേർത്തത്. പക്ഷെ തേൻ ചേർത്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് അവിടെയും വീണ്ടും ഒരു അബദ്ധം പറ്റി. എന്നെ ചൂടാക്കാറില്ല എന്ന് ഞാൻ എവിടേക്കോ കേട്ടിട്ടുണ്ട്. ഞാനാണെങ്കിലേ നന്നായിട്ട് തിളപ്പിച്ചങ്ങ് എടുക്കുകയും ചെയ്തു. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, എനിക്ക് ഇളക്കാൻ നല്ല മടിയായതുകൊണ്ട് ഞാൻ നല്ല ഹൈ ഫ്ലെയിമിലിട്ടാണ് കുറുക്കിയെടുത്തത്. എന്തായാലും അടുക്കി പിടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴും അടിപൊളിയായിരുന്നേ. ആ പുളിപ്പും മധുരവും ഒക്കെ കൂടെ